ഇന്ത്യയുടെ ആത്മാവിനെ തകർക്കാൻ ശ്രമിച്ച റാണയ്ക്ക് കോടതി നൽകുന്നത് വധശിക്ഷയിൽ കുറഞ്ഞതായിരിക്കില്ല. നമസ്കാരം. മുംബൈ ഭീകരാക്രമണം ആരും മറന്നിട്ടില്ല. റാണയെയും ആരും മറക്കില്ല. കഴിഞ്ഞ ദിവസം റാണയെ ഇന്ത്യയിലെത്തിക്കുകയുണ്ടായി. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണ US നിന്ന് നാട് കടത്തപ്പെട്ട ഒടുവിൽ ഇന്ത്യയിലെത്തിയിരിക്കുന്നു. US സുപ്രീം കോടതി അവിടുത്തെ ജഡ്ജിമാർ അടക്കം ആ ഹർജി നിരസിച്ചതോടുകൂടി കൈമാറൽ ഒഴിവാക്കാൻ നടത്തിയ അവസാന ശ്രമവും പരാജയപ്പെട്ടതിനെ തുടർന്ന് റാണ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. തഹാവൂർ റാണയെ 18 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവ് വന്നു. വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്നതിന് കസ്റ്റഡി ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. അങ്ങനെ റാണയെ 20 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു NIA ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ ആവശ്യപ്പെട്ടത്. മുംബൈ ഭീകരാക്രമണത്തിലെ സൂത്രധാരനാണ് തഹാവൂർ റാണ. ആ തഹാവൂർ റാണയെ NIA കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുമ്പോൾ ദില്ലിയിലെ പ്രത്യേക NIA കോടതിയുടെ നടപടികൾ പൂർത്തിയാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. 18 ദിവസത്തേക്കാണ് റാണയെ ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ട് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഇന്ത്യ സന്ദർശിക്കുന്നതിന് മുൻപ് ഈ തഹാവൂർ റാണയുമായിട്ട് മുഴുവൻ ഓപ്പറേഷൻസിനെ കുറിച്ചും ചർച്ച ചെയ്തിരുന്നു എന്നുള്ളതാണ് NIA കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. ഹെഡ്ലിയുടെ മൊഴി അടക്കമുള്ള വിശദാംശങ്ങൾ NIA കോടതിയിൽ നൽകുകയും ചെയ്തു. എന്നാൽ NIA കോടതി 3 ആഴ്ചത്തേക്കാണ് ഇപ്പോൾ റാണയെ കസ്റ്റഡിയിൽ വിട്ട് ചോദ്യം ചെയ്യലിന് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ റാണ? 1961 ജനുവരി മാസം 12-ന് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ചിച്ചാവായ്ദിനിൽ ജന്മം. തൊഴിൽപരമായിട്ട് ഡോക്ടറാണ് റാണ. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ മെഡിക്കൽ ദളത്തിൽ ക്യാപ്റ്റൻ ജനറൽ ഡ്യൂട്ടി പ്രാക്ടീഷണറായിട്ടാണ് ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചു പോകുന്നത് എന്നുള്ളതാണ്. 1997 അദ്ദേഹവും ഭാര്യയും കാനഡയിലേക്ക് കുടിയേറുന്നു. 2001 ജൂണിൽ കനേഡിയൻ പൗരത്വം നേടിയെടുക്കുന്നു. പ്രധാനമായിട്ടും ചിക്കാഗോയിലായിരുന്നു ഇവരുടെ താമസം എന്ന് പറഞ്ഞു. ചിക്കാഗോ, ന്യൂയോർക്ക്, ടൊറാൻറ്റോ എന്നിവിടങ്ങളിൽ ഓഫീസുകളുള്ള ഫസ്റ്റ് വേൾഡ് ഇമിഗ്രേഷൻ സർവീസസ് എന്ന ഇമിഗ്രേഷൻ സർവീസസ് ഏജൻസി ഉൾപ്പെടെ നിരവധി തരത്തിലുള്ള ബിസിനസ്സുകൾ സ്വന്തമായിട്ട് നടത്തിക്കൊണ്ടുവന്നിരുന്നതാണ് തഹാവൂർ റാണ. റാണയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും പാകിസ്ഥാനിൽ ലഷ്കർ-ഇ-തോയ്ബ നടത്തിയ പരിശീലന ക്യാമ്പുകളിൽ പങ്കെടുത്തിരുന്നു എന്നുള്ള സൂചനകൾ വരെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. തീവ്രവാദം ഇവരോടൊപ്പമാണ് എന്നുള്ളതാണ്. 2008 മുംബൈ ഭീകരാക്രമണത്തിന് 11 ദിവസം മുമ്പാണ് റാണ മുംബൈയിൽ എത്തിച്ചേരുന്നത്. തീവ്രവാദികൾ ആക്രമിച്ച സ്ഥലങ്ങളിലൊന്നായിട്ടുള്ള താജ് ഹോട്ടലിൽ അദ്ദേഹം താമസിക്കുന്നു. 2009 ഒക്ടോബർ മാസം 18-ന് മുഹമ്മദ് നബിയുടെ കാർട്ടൂണുകൾ പ്രസിദ്ധീകരിച്ച ജിലാൻഡ് പോസ്റ്റർ എന്ന പത്രത്തിൻ്റെ ഓഫീസുകൾ ആക്രമിക്കുവാനായിട്ട് ഇവർ പദ്ധതിയിട്ടെന്ന് ആരോപിച്ചുകൊണ്ട് ഈ റാണയെയും ഹെഡ്ലിയെയും അറസ്റ്റ് ചെയ്യുന്നു. 2011 മെയ് മാസം 16-ന് US ജില്ലാ കോടതിയിൽ തഹാവൂർ ഹുസൈൻ റാണയ്ക്കെതിരായിട്ടുള്ള വിചാരണ ആരംഭിക്കുകയായിരുന്നു. 2011 ജൂൺ മാസം 9-ന് 6 അമേരിക്കക്കാർ ഉൾപ്പെടെ 160-ലധികം പേർ കൊല്ലപ്പെട്ട 2008 നവംബറിലെ മുംബൈ ആക്രമണം അല്ലെങ്കിൽ ആ ഭീകരാക്രമണത്തിന് ഭൗതികമായിട്ടുള്ള സഹായം നൽകുവാനുള്ള ഗൂഢാലോചനയിൽ ജൂറി റാണയെ ആദ്യമായിട്ട് കുറ്റവിമുക്തനാക്കുന്നു. 2011 ജൂൺ മാസം 10-ന് മുംബൈ ഭീകരാക്രമണത്തിന് ഭൗതിക സഹായം നൽകുവാനുള്ള ഗൂഢാലോചനയുടെ പേരിൽ തഹാവൂർ ഹുസൈൻ റാണയെ US കോടതി കുറ്റവിമുക്തനാക്കിയതിൽ ഇന്ത്യൻ സർക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരുടെ നിരാശ കോടതിയിൽ വളരെ കൃത്യമായി പ്രകടിപ്പിക്കുന്നു. 2016 മാർച്ച് മാസം, ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി തൻ്റെ വീഡിയോ കോൺഫറൻസിൽ തഹാവൂർ റാണയുടെ പങ്കിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൃത്യമായും നൽകുകയുണ്ടായി. 2025 ജനുവരി മാസം 21-ന് ഇന്ത്യക്ക് കൈമാറുന്നതിന് ചോദ്യം ചെയ്ത റാണ സമർപ്പിച്ച ഹർജി അമേരിക്കൻ സുപ്രീം കോടതി തള്ളി. 2025 ഏപ്രിൽ മാസം 10, അതായത് കഴിഞ്ഞ ദിവസം റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ മുംബൈ ആക്രമണം, ഭീകരാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കേസിലെ പ്രതിയായിട്ടുള്ള പാകിസ്ഥാൻ വംശജനായിട്ടുള്ള കനേഡിയൻ വ്യവസായി തഹാവൂർ റാണയുമായിട്ടുള്ള വിമാനം ഇന്ത്യയിൽ ഇറങ്ങിയത് എന്നതാണ്. അപ്പോൾ റാണയെ ദില്ലിയിൽ എത്തിച്ചതോടുകൂടി തന്നെ പഴുതടച്ചിട്ടുള്ള സുരക്ഷ ഒരുക്കിക്കൊണ്ടുള്ള അത്തരത്തിലുള്ള ഒരു ഏർപ്പെടുത്തൽ ഇന്ത്യ നടത്തുകയും ചെയ്തു. റാണയെ ഇന്ത്യയിൽ സഹായിക്കുന്ന ചില കണ്ണികളുണ്ട് എന്നുള്ളതാണ് വിവരം. അപ്പോൾ ഇതിൽ വ്യക്തത വരുത്തുന്നതടക്കമുള്ള നീക്കങ്ങളിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ ആത്മാവിനെ തകർക്കുവാനുള്ള ശ്രമം നടത്തിയ തീവ്രവാദികളെ എത്രയും പെട്ടെന്ന് ജയിലിലടയ്ക്കുക അല്ലെങ്കിൽ ജയിലിനുള്ളിലാക്കുക മാത്രമല്ല അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ അടക്കം നൽകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇന്ത്യൻ കോടതികൾ അല്ലെങ്കിൽ ഇന്ത്യൻ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയും വിചാരിക്കുന്നത്. എന്നയുടെ അന്വേഷണം പൂർത്തീകരിക്കപ്പെടുമ്പോൾ, എന്നയുടെ റിപ്പോർട്ടുകൾ കോടതികളിലേക്ക് എത്തപ്പെടുമ്പോൾ
തഹാവൂർ റാണയെ പോലുള്ളവരെ, ഈ തഹാവൂർ റാണയെ പോലുള്ള തീവ്രവാദികളെ ഇന്ത്യൻ മണ്ണിൽ തന്നെ കുഴിച്ചു മൂടേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന് തന്നെയായിരിക്കും വിധി വരാൻ പോകുന്നത്. ഒരു ഭീകരാക്രമണമെന്ന് പറയപ്പെടുന്നത് ഇന്ത്യൻ മണ്ണിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉണ്ടായ കലാപങ്ങൾ, അതിനുശേഷമുണ്ടായ ജനങ്ങളുടെ സ്ഥിതിവിവരക്കണക്കുകൾ അടക്കമുള്ള കാര്യങ്ങൾ, അവരുടെ മാനസിക വിഷയങ്ങളിലടക്കം ഒന്നിനോടും പൊരുത്തപ്പെടാൻ കഴിയാതായി പോകുന്ന തരത്തിലുള്ള ഭീകരാക്രമണങ്ങളെ പണ്ടേ മുതൽ നമ്മൾ അമർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു. പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണ്. കാലം ഇത്രയുമായിട്ടും മുംബൈ ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ചവരാകുന്ന തഹാവൂർ റാണയെ പോലുള്ളവരെ ഇന്നും വാഴിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമായി അവശേഷിക്കുന്നു. കൊലപാതകങ്ങളടക്കം, കൊള്ളിവെപ്പടക്കം, അക്രമങ്ങളടക്കം ചെയ്തിട്ട് ഈ തീവ്രവാദികൾ, ലഷ്കർ-എ-തോയ്ബ അടക്കമുള്ള തീവ്രവാദ സംഘം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുമ്പോൾ അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നതാണ്. പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇവർക്ക് ഏതു തരത്തിലുള്ള സഹായങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെപ്പോലുള്ള രാജ്യത്തിൻ്റെ ആത്മാവിനെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ തകർക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ റാണയെപ്പോലുള്ള, തഹാവൂർ റാണയെപ്പോലുള്ളവരെ ജയിലിലടയ്ക്കുകയും അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ നൽകുകയും ചെയ്യുക എന്നതായിരിക്കണം NIA-യുടെയും ലക്ഷ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.